ഒരിക്കലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്, അത് അപകടമാണ്. വഴി കണ്ടുപിടിക്കുക എന്നതാണ് പാട്, കാരണം ഇത് തന്നെ ഒരു മലയാണ്. ഇപ്പോൾ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ നല്ല വിഷ്വലായിരിക്കും, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം പോരാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വച്ചിട്ട് വന്നത്. സോ നമ്മുടെ ദൗത്യം ഫസ്റ്റ് ഫ്ലോപ്പായിട്ടുണ്ട്. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്, ആ കൊക്കയാണ്, ഇപ്പുറത്തും കൊക്കയാണ്. ഒരുപാട് ആൾക്കാർ തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കുറച്ച് ആൾക്കാരിന് കൂടെ ഉള്ളത് വളരെ സന്തോഷമാണ്. ഒന്നും നടന്നില്ല, പക്ഷേ ഇന്നത്തേത് കടുത്തുപോയി. ഒരു ഗുഹ സെറ്റപ്പാണ് കേട്ടോ. ഏത് മലയുടെ മുകളിലെത്തും എന്നുള്ള ഒരു പിടുത്തമില്ല. നേരെ ഈ ഭാഗത്തായിട്ട് വരും കുരിശ്, അവിടെ ആ കാണുന്ന അതിൻ്റെ എഡ്ജിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഇങ്ങനെ ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെയാണ് വന്നത്. അയ്യോ എന്ത് പറയാം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, സത്യമാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ സത്യമായി കഴിഞ്ഞിരുന്നു. ഞാനറിയാൻ താമസമാണ്. ട്രക്കിംഗ് പാക്കേജുകൾ എല്ലാം ഉണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉള്ള പരിചയക്കാരുമായിട്ട് വരിക. റിസ്ക് കൂടിയത് കാരണം ചിലപ്പോൾ യാത്ര ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും. എന്തിനീ കഷ്ടപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട് പലരും. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് റിസ്ക്കാണ് കേട്ടോ, കുത്തു കയറ്റമാണ്. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. ഈ ഒരു സ്പോട്ട് നമുക്ക് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഈ ഒരു സ്പേസാണ് ഉള്ളത് കേട്ടോ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കൊക്കയാണ്. ആ സ്പോട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. പക്ഷേ നടന്നു. ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പരിചയം കാണും. ഈ പ്രാവശ്യം തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളറുടെ കുരിശുമല, തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ നമ്മുടെ വണ്ടി വരുന്ന അല്ലെങ്കിൽ ബൈക്ക് വരുന്ന ഒരു സ്പേസ് വരെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുന്നേ അമ്പൂരി കുരിശുമല പോയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ വേറെയും സ്ഥലങ്ങൾ ഉണ്ട് വെള്ളറുടെ അമ്പൂരി ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കിടിലം സ്പോട്ട് വില്ലൂന്നി മല എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ വേറെ കവർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ സ്ഥലം പോയിട്ടില്ല. ഈ ഏരിയയിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണ് വില്ലൂന്നി മല. കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം അഡ്വഞ്ചറാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമ്മൾ പോയിട്ടില്ല. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായിരുന്നാലും രാവിലെ നമ്മളിപ്പോൾ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണി കഴിഞ്ഞു ഇവിടെ വന്നപ്പോൾ. 7:10 വണ്ടി ഇതുവരെ കൊണ്ടുവച്ചു. 2-3 വഴികളുണ്ട്, വഴികളൊക്കെ പറഞ്ഞുതരാം, ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുതരാം. നമുക്ക് രാവിലെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഇനി ദുഃഖവെള്ളി, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് ഇനി ഇവിടെ തീർത്ഥാടകർ വരാറുള്ളൂ. വേറെ ആൾക്കാർ വരുമായിരിക്കും, പക്ഷേ എന്തായിരുന്നാലും ഇപ്പോൾ ആരുമില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്, ഒരുപാട് ഹൈറ്റ് കയറാനുണ്ട്. പോകാട്ടോ, മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് സ്റ്റിക്ക് കയ്യിലുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ ഉള്ള എപ്പിസോഡുകൾ പറയുന്നത് അതുവഴി നിങ്ങൾ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾ കേരള ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ട്, നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡ് അമ്പൂരി കുരിശുമലയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത്, അങ്ങനെയുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നത്. വഴികളൊന്നും ഒട്ടും എളുപ്പമല്ല. ഇവിടെ വരാൻ വേണ്ടിയിട്ട് 2-3 വഴി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ തൊട്ട് താഴെ ഒരു ചേട്ടനെ കണ്ടു. പുള്ളി പറഞ്ഞ് ഇതുവഴി കയറാൻ പറ്റില്ല എന്നാണ്. നമുക്ക് മുന്നേ ആയിട്ട് 2 പയ്യന്മാർ വന്ന് അവർ തിരിച്ചു പോകണുണ്ട്. അപ്പോൾ പല വഴികളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോയി നോക്കട്ടെ, കറക്റ്റാണെങ്കിൽ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ കുരിശുമലയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഫുള്ള് കല്ലൊക്കെ ഇളകി കിടപ്പുണ്ട്. ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിൽ നന്നായിട്ട് നനഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ പാറയിൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. പോണ വഴി വലിയ കുഴപ്പമില്ലെങ്കിൽ മാത്രമേ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് ഇടയ്ക്ക് വരുന്ന ബെൽ ടവറാണേ. വേണ്ട,
കുരിശുമല ഈ ഭാഗത്തായിട്ട് വരും, കാളിമല ഈ ഭാഗത്തായിട്ട് വരും. നമുക്ക് പോകാനുള്ളത് അവിടെ എന്തോ ആണ്, അതോ അല്ലെങ്കിൽ ഇപ്പുറത്തോ, ഇത് രണ്ടിലെ ഏതോ ഒരു മലയാണ് നമുക്ക് ഇന്ന് പോകാനുള്ളത്. ഇവിടെ എന്നാൽ തന്നെ ഒരു കിടിലം വ്യൂ പോയിൻ്റാണ്. നമ്മളിത് എല്ലാ പ്രാവശ്യം തീർത്ഥാടനത്തിൻ്റെ വീഡിയോസിൽ കാണിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അത് സംഗമം എഴുതി നമുക്ക് അവിടെ കാണാം ചെറുതായിട്ട്. ഇത് നമ്മുടെ 7ാമത്തെ കുരിശാണ്, തീർത്ഥാടന വഴിയാണിത്. ഇവിടെ ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ ഒരു മെഴുക് വെച്ചിട്ട് കുറേ പ്രാർത്ഥനാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം പപ്പ കൂടെ ഉണ്ട്. ട്രക്കിങ്ങിൽ ഒറ്റയ്ക്ക് വരുന്നത് ശരിയല്ല, എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ അതിന് പപ്പ കൂടെ ഉണ്ട്. പിന്നെ ഈ അമ്പൂരി കാഴ്ചകളെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രക്കിങ് കാര്യങ്ങളും പാക്കേജൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു നല്ല കാര്യമായിരിക്കും അത് പറയാം. നമ്മൾ തിരിയാള കുരിശടി വരെ പോലും എത്തിയിട്ടില്ല കേട്ടോ, നടക്കുന്നേ ഉള്ളൂ. കുരിശുമല ഇപ്രാവശ്യം കയറിയതാണ്, എന്നാൽ തന്നെ ഒന്നും കൂടെ ആവശ്യം പകുതി വരെ പോകുന്നതാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ഒരുപാട് കുരിച്ചു പോകാതെ പലയിടത്തും കാണാൻ പറ്റുമേ. അത് നമ്മൾ മാത്രമല്ല കയറുന്നത്, വേറെ ടീംസും ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, 2 ഫാമിലി വരുന്നുണ്ട്. വേറെ ആരും കണ്ടില്ല, 2 ഫാമിലീസ് താഴെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ കുരിശുമലത്തേക്കാണ് പോണേ, നമ്മൾ വില്ലൂന്നി. ഇത് വഴി കണ്ടുപിടിക്കുക എന്നതാണ് പാട്, കാരണം ഇത് തന്നെ ഒരു മലയാണ്, കുരിശുമല, കാളിമല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത മലയിലോട്ട് പോകുമ്പോൾ ഈ മല കയറി ഇറങ്ങിയിട്ടാണ് അതിലോട്ട് പോകാനുള്ളത്. അപ്പോൾ 2-3 വഴിയുണ്ട്. അപ്പോൾ കറക്റ്റ് വീഡിയോസിലുള്ളതെല്ലാം 2-3 വഴിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വഴി തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. നോക്കട്ടെ, മുകളിലോട്ട് പോയിട്ട് കുറേ ദൂരം കൂടെ നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. വരുന്ന വഴി ഇതാണ് കേട്ടോ, പാറയും കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ്, തീർത്ഥാടകർ നടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോൾ സീസൺ ഡേറ്റ് അല്ലാത്തതുകൊണ്ടാണ് തിരക്കില്ലാത്ത, അല്ലെങ്കിൽ ഈ സമയം രാത്രിയും പകലും ഇല്ലാതെ ആൾക്കാർ കയറുന്ന സ്ഥലമാണ്. 10ാമത്തെ കുരിശ് എത്തിയിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് തിരിയുന്നതെന്ന് മാത്രം നോക്കുക. ഇവിടെ നിന്ന് 10ാമത്തെ കുരിശിൻ്റെ എവിടെ നിന്ന് തിരിഞ്ഞ് പോകാമെന്ന് പറയുന്നു. ഇല്ല, ഇത് 10ാമത്തെ കുരിശാണ്, ഈ കാണുന്ന വഴിയാണെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വഴി വർക്കിംഗ് അല്ല. കാര്യം നമ്മൾ മുകളിൽ പോയപ്പോഴത്തേക്ക് ഒരു 13ാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് ഒരു വഴി തെളിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായിട്ട് കണക്റ്റഡാണ്. പക്ഷേ ഇപ്രാവശ്യം ഇത് തെളിച്ചിട്ടില്ലെന്നാണ് പറയണത്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഇതുവഴി തന്നെ പോവാം. നമ്മുടെ ദൗത്യം ഫസ്റ്റ് ഫ്ലോപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വഴിയുടെ കേസ്, 2-3 വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 10ാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് പോകണം എന്നാണ് പറഞ്ഞത്. ഞാൻ താഴെ പറയാത്തത് കറക്റ്റ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു 6 കാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞ് പോകാനുള്ള ഒരു വഴിയുടെ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള പ്രശ്നം പറഞ്ഞിട്ട് നല്ല മഴ പെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ 10ാമത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് ഇപ്രാവശ്യം വഴി തെളിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു മല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മല ഇത്രയും കയറിയിട്ട് പിന്നെ ഇറങ്ങുക, പിന്നെ അടുത്ത വില്ലൂന്നി മല കയറുക. അപ്പോൾ ഈ മലയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന കാര്യവും പിന്നെ ഇങ്ങോട്ട് കയറുന്ന കാര്യവും വഴി കറക്റ്റല്ല. ഇനി അല്ലെങ്കിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇനി 13ാമത്തെ കുരിശിൻ്റെ അവിടെ പോയതിന് ശേഷം അവിടെ നിന്ന് വഴി തിരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടതാണ്, അത് ഇറങ്ങി അങ്ങ് പോകണം. പക്ഷേ ഇനി ഇവിടെ നിന്ന് അത്രയും ദൂരം കയറിയതിന് ശേഷം പിന്നെയും ആ മല കയറി തിരിച്ചിറങ്ങി ഈ മല പിന്നെയും കയറി ഇതിറങ്ങി വണ്ടി എടുത്തിട്ടാണ് പോകാം. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് അവിടെ മുകളിൽ ഉള്ള ചേട്ടന്മാരെ പറഞ്ഞ് 6 കാണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കുറേ കൂടെ ബൈക്ക് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് മുകളിലോട്ട് പോകാമെന്ന്. ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ കടലിൻ്റെ കാര്യമൊക്കെ ഒരാളുടെ പ്രശ്നം ഉണ്ടായല്ലോ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും കടന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്, വഴിയില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവഴി പോകണ്ടെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത് കാരണം നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ ചാനൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിതുപോലെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അഡ്വഞ്ചറായിട്ടുള്ള സാഹസികത നിറഞ്ഞ ഒരു യാത്രയെ നമ്മൾ ചാനലിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുപോലെ ഇതുപോലെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നുമില്ല. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 13 വർഷമായി നമ്മുടെ മറ്റേ ചാനൽ ഗ്രേസ് മീഡിയ, അതിന് ശേഷമാണ് ഇത്
തുടങ്ങി, യാത്രകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ജോലി. ബ്ലോഗിങ് മാത്രമല്ല, അല്ലാണ്ട് വീഡിയോഗ്രാഫിയും എഡിറ്റിങ് കാര്യങ്ങളാണ് എൻ്റെ ജോലി. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്തു പോകുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ തളർത്താനും പിന്നെ മുന്നോട്ട് നയിക്കാനും വരുന്നുണ്ട്. ഒരു 10 പേരൊക്കെ നമുക്ക് നല്ലത് പലപ്പോഴും പറയുന്നുണ്ട്. എപ്പോഴും കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതും വീഡിയോസ് നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഒരുപാട് ആൾക്കാർ തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കുറച്ച് ആൾക്കാരെങ്കിലും കൂടെ ഉള്ളത് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായിരുന്നാലും തളർത്തുന്നവർ തളർത്തട്ടെ, കൂടെ നിൽക്കുന്നവർ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യുക. ചാനൽ വീഡിയോസ് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാർഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്രയും ദൂരം നമ്മൾ നടന്ന് കയറിയതാ, ഇനി പിന്നെ തിരിച്ചിറങ്ങുന്നു, ഇനി അടുത്ത് പിന്നെ ഒരു മലയിൽ പോകണം. എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു റീലായിരുന്നാലും ചെയ്യുന്ന ഒരു 30 സെക്കൻഡ് റീൽ ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ പാട് എന്തുമാത്രമാണെന്ന്. അപ്പോൾ എന്തായിരുന്നാലും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളിങ്ങനെ തിരിച്ചിറങ്ങട്ടെ. ഇറങ്ങിയതിന് ശേഷം അടുത്ത വഴി കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി കണ്ടിന്യൂ കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒന്നും നടന്നില്ല, ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. 7:10 ആയപ്പോൾ നമ്മൾ കയറിയതാണ്. 8:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വഴി പിടിക്കാം, അടുത്ത വഴി നോക്കാം. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് നമ്മൾ കുറേ ദൂരം എന്ന് വെച്ചാൽ കിലോമീറ്റർ നോക്കിയപ്പോൾ ഒരു 10 കിലോമീറ്ററിനകത്ത്. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്തു. പിന്നെ നമ്മൾ ആറുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ചേട്ടാ ഓ ഓക്കെ ശരി ചേട്ടാ, ശരി. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ 6 കാണി 10 കാണി അവിടെ വന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാളിമല എടുത്ത അതേ റൂട്ട് തന്നെയാണ് ബൈക്കിൽ വന്നത്. വരുന്ന വഴിക്ക് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടകെട്ടി മല, കൂനിച്ചി മല എന്നൊക്കെയാണ് വച്ചേക്കുന്നത്. നമ്മുടെ വില്ലൂന്നി മല എന്നുള്ള പേര് ഇവിടെ കേട്ടിട്ട് ഇവിടെ ആർക്കും അറിയത്തില്ല. എന്തായിരുന്നാലും ഈ വഴി നമ്മൾ നടന്നു പോവുകയാണ്. ഏത് മലയുടെ മുകളിലെത്തും എന്നുള്ള ഒരു പിടുത്തമില്ല. ഇനി മലയുടെ മുകളിലെത്തുമോ എന്നുള്ള കാര്യവും പിടുത്തമില്ല, കാരണം നല്ല വെയിലായിട്ടുണ്ട്. വരുന്ന വഴിയൊക്കെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന മലയാണോ നമ്മൾ പറയുന്നതെന്ന് അറിയത്തില്ല. കുരിശുമല എല്ലാവർക്കും അറിയാം, ബാക്കി ഇനി അങ്ങോട്ട് പോയി തന്നെ നോക്കണം. എന്തായിരുന്നാലും നടക്കാം, ഒരുപാട് ദൂരം നടക്കാറുണ്ട്. മുന്നോട്ട് പോവാം. ഇവിടെ വരുമ്പോഴും വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്, അവിടെയും ഇവിടെ. ഇപ്പോൾ ഇതുവഴിയാണ് കുറച്ച് മുന്നേ ലോറി പോയത്. നമ്മൾ ബൈക്കിൽ വന്നപ്പോൾ തന്നെ ആ വഴി ഇങ്ങോട്ട് കയറാൻ വേണ്ടി ഒരു ഭയങ്കര പ്രയാസമാണ്. മെയിൻ അതായത് കോൺക്രീറ്റ് റോഡാണെന്ന് തോന്നുന്നു ലാസ്റ്റ്. അതുവരെ തന്നെയാണ് വണ്ടി വരിക. അത് തന്നെ ഈ ലോഡും കൊണ്ട് ഇറങ്ങിപ്പോയത്. ഇതുവഴി ലോറി ഇപ്പോൾ ലോഡും കൊണ്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ പേടിയാവുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് എന്തായാലും നമുക്ക് ഇതായിരിക്കും, ഇവിടെ ആയിരിക്കും പോവാൻ. കുരിശുമല തോന്നുന്നു, അതാ കുരിശുമല. അപ്പോൾ ഇത് രണ്ടിലേതിലുമാണ് വില്ലൂന്നി മല. ഇവിടെ ഉള്ളവർക്ക് വില്ലൂന്നി മല അറിയത്തില്ല കേട്ടോ. കുരിശുമല കണ്ടു, ഇനി ഇതായിരിക്കും ഇതിലേതോ ഒരു മലയാണ് വില്ലൂന്നി മല എന്ന് പറയുന്നത്. പേരുകൾ പലതാണ്, പിന്നെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുരിശുമല കറങ്ങി നമ്മൾ ഇപ്പുറത്ത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് വന്നിട്ടുള്ളത്. വരുമ്പോൾ അവിടെ പാറയിലൊരു വലിയൊരു ഗുഹയുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് കയറുന്നില്ല. എന്താണ് അതിനകത്തുള്ള അന്തരീക്ഷം ഒന്നും പറയാൻ പറ്റത്തില്ല. ചെറിയൊരു കുളം, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഒരു ഗുഹ പോലൊരു സംഭവം. ഗ്രാമ്പൂ ജാതിക്ക നിറയെ ഫുള്ള് കല്ലാണ്. ചെറിയ കല്ലല്ല, ഗമണ്ടൻ കല്ലുകൾ, വലിയ കല്ലുകൾ പൊട്ടി നിൽക്കുകയാണ്. ഇതിനിടയ്ക്കുന്നറ്റ വഴി തിരിയുന്നെങ്കിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ജീപ്പോ ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ പോയിട്ടുള്ള 2 വീല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. വഴി അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അത് നടക്കാറുണ്ട്. ഇവിടെ തന്നെ വലിയ ഗുഹകൾ പോലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. വലിയ പാറയുടെ അടിയിലുള്ള സംഭവങ്ങളാണ്. അവിടെ കാലിന് കയറി സുഖമായിട്ടിരിക്കാം കേട്ടോ.
സുഖമായിട്ട് ഒരാൾക്ക് മഴ നനയാതെ വെയിലുള്ളതൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ പറഞ്ഞില്ല, പപ്പയുണ്ട് കൂടെ. പാവം രാവിലെ കുരിശുമല കയറില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഏകദേശം അല്ല 10ാമത്തെ കുരിശ് വരെ എത്തി. 10ാമത്തെ കുരിശ് കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ടയേർഡായി, ഒരു ചായ കുടിച്ചു, അതിന് ശേഷം ഇതു. പക്ഷെ നമുക്ക് അങ്ങനെ വഴി തെറ്റാറില്ല, എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റാണ് പോയത്. ഇന്ന് ആദ്യം ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് ഉള്ളതാണ്, ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഫസ്റ്റ് വഴി തെറ്റി. പിന്നെ ഇതാ കയറുന്നു. സമയം മാറുന്നതിനനുസരിച്ച് വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. നമ്മൾ മുകളിലെത്തുമ്പോൾ എന്തായിരുന്നാലും നന്നായിട്ട് ടയേർഡാവും. മുകളിലെത്തും എന്നുള്ള കാര്യം ഉറപ്പില്ല കേട്ടോ. ആരും കാണുന്നു തോന്നല്ല ഇനി ചോദിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വില്ലൂന്നി മലയുടെ എൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ പുറകെ കാണുന്നത് നമ്മുടെ തെക്കൻ കുരിശുമല. അപ്പോൾ സമയം ഒരുപാട് മാറി, 10 മണിയായി. നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്നാലും ഫുഡ് കഴിക്കട്ടെ. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു താഴേന്ന്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടകളോ വെള്ളമോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ നേരത്തെ തന്നെ വാങ്ങിച്ചു. ഇനി ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ നല്ല ദൂരമുണ്ട്, അതുകൊണ്ട് ഇനി കഴിച്ചിട്ട് പോകാം. ഫുഡ് കഴിച്ചു. ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. കുറച്ച് ലെങ്ത് ആയിരിക്കും എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് സമയത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ, ഒരിടം എത്തിയിട്ടില്ല. നമ്മൾ വെള്ളറുടെ കുരിശുമലയുടെ അടിവാരത്ത് എത്തി. അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിയിലേക്ക് എത്തും. പക്ഷേ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, റേഞ്ചില്ല, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. പിന്നെ പപ്പ അങ്ങ് പതിയെ ബാക്ക് ആയി. ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു, കുറച്ചും കൂടി നടക്കാമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പിടുത്ത ഇല്ല. 2ാമത്തെയാണ് കുരിശുമലയും പോയി ഇവിടെ കൂടെ ആയതുകൊണ്ട് പാടാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ചെറിയൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ബിൽഡിങ്, പാറ, കറണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി സോളാറായിരിക്കും. ഇതുണ്ടോ? ഒരു ഗുഹ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ ഇറങ്ങുന്നില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. മുകളിലേക്ക് ആൾ പോയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. കുറച്ചുകൂടെ മുകളിലോട്ട് പോവാം. അവിടെ ആ കാണുന്ന അതിൻ്റെ എഡ്ജിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഇങ്ങനെ. അപ്പോൾ കുറച്ച് റിസ്ക് കൂടിയത് കാരണം ചിലപ്പോൾ യാത്ര ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും. കാരണം അങ്ങനെയുള്ള വഴികളാണ്. ഒന്നിനൊരു ഹെൽപ്പും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും. അതും കുറച്ചുകൂടെ മുകളിലോട്ട് പോകാം. തീരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും സോറി, തിരിച്ചിറങ്ങും. അടുത്തൊരു ഗുഹ. മഴ പെയ്താൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഗുഹയുണ്ട് കേട്ടോ വരുന്ന വഴിക്ക്. കുത്തനുള്ള കയറ്റമാണ്. ഇത് നമ്മുടെ കുരിശുമലയുടെ അടിവാരമാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിലാണ് നേരെ ഈ ഭാഗത്തായിട്ട് വരും കുരിശ് വച്ചിട്ടുള്ളത്. കടുപ്പം, ഇത്രയും കടുപ്പം അഗസ്ത്യ മല കയറിയപ്പം പോലും ഇത്രയും കടുപ്പമില്ലായിരുന്നു. കടുപ്പമാണ് കേട്ടോ. വഴി തളിച്ചിട്ടുണ്ട്, വഴിയുണ്ട്, പക്ഷെ ഇതാണ് ആംബിയൻസ്. ഇതാണ് കേട്ടോ നമ്മുടെ കുരിശുമലയുടെ കറക്റ്റ് അടിവാരം എന്ന് പറയുന്നത്. ഒരു ഭീമാകാരനായിട്ടുള്ള പാറ, ഏകദേശം 3000 അടി മുകളിലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 4000 അടിയാണ്
അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കടുപ്പമുണ്ട്. അടുത്ത് വഴിയുണ്ട്, നോക്കാം കേട്ടോ. കുത്ത് കയറ്റമാണ്. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് ദൂരം ഇങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്, നല്ല കാറ്റ്. പിന്നെ ചെറിയ വഴി, ഉള്ള വഴി വൃത്തിയായിട്ടുണ്ട്. സംഭവം മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കണം, നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട് കണ്ടോ. മുഴയ്ക്ക് എന്തായാലും ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കണം. ഓ അതാണ് കേട്ടോ, ഇത് കുരിശുമലയുടെ പാറ. ഇങ്ങോട്ട് നമുക്ക് പോകാനുള്ളത്. എനിക്ക് തോന്നുന്നു കുരിശുമലയൊക്കെ വരുമ്പം ഈ വഴിയായിരിക്കും എത്തുക. നമ്മളിന്ന് രാവിലെ പോയില്ലേ, ഇവിടെ ഒരു വഴിയുണ്ട് കണ്ടോ. ഇത് കുരിശുമലയ്ക്ക് പോകുന്ന വഴിയാണ്. താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ റിസർവെയർ ഭാഗങ്ങളൊക്കെ കാണാം. ഇനി ഇങ്ങോട്ടായിരിക്കും നമുക്കുള്ള വഴി. നല്ല ലോങ് ആണ് കാര്യം. രണ്ടാമത്തെ മലയാണ് കയറുന്നത്. കുരിശുമല പോയി അത് ഫ്ലോപ്പായിട്ടാണ് ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണമുണ്ട്. കാറ്റടിച്ചാൽ തന്നെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഉണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കൊക്കയാണ്, ഒരു രക്ഷയില്ലാത്ത കൊക്കയാണ് കേട്ടോ. രണ്ട് സൈഡ് നമ്മൾ വന്നത് ഈ സൈഡിൽ നിന്നാണ്, ഇങ്ങോട്ട് കൊക്കയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, നടവഴി. നടന്ന് മുന്നോട്ട് പോകും. ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഫുള്ള് പുല്ലാണ് കണ്ടോ, പുല്ല് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ സൈഡും നല്ല ആഴമുള്ള സ്ഥലമാണ്. രണ്ട് സൈഡും ആഴമാണ് കണ്ടോ. ഇത് കുരിശുമല. അവിടുത്തെ ആ ടാർപ്പ കാണാം. പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അടിയിലുണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും കമ്പുണ്ട് കയ്യിൽ, ഹൈറ്റാണ്. ഇവിടെ ഈ ഒരു സ്പേസ്, ഈ ഒരു സ്പോട്ട്, സ്പേസ് എന്ന് പറഞ്ഞാൽ കൂടുതലായി പോകണ്ടേ. ഈ ഒരു സ്പോട്ട് നമുക്ക് കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഡേഞ്ചർ പറയുന്ന ഒരു സ്പോട്ട് ഇത് തന്നെയാണ്. ഇവിടെ അവിടെ ഒന്ന് നമ്മൾ നല്ല കെയർ ചെയ്യണം. നോക്കാം, അങ്ങോട്ട് പോയിട്ട് എങ്ങനെ കയറാൻ പറ്റും നോക്കാം. എന്താണ് കാളിമല, കുരിശുമല, വില്ലൂന്നിമല. കീഴടക്കാൻ പറ്റുമോ? അമ്മോ, ആണ് സ്പോട്ട്. എൻ്റെ പിന്നെ രാവിലെ നമ്മൾ അവിടെ ഇവിടെ എന്തോ വന്നു, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ആ വഴി തെറ്റ്. ഇവിടെ നല്ല സംഗമവേദി കാണാം. ഈ നിഴൽ ഡാർക്കായിട്ട് കാണുന്നത് മേഘമാണ് കേട്ടോ. ഡാർക്കായിട്ട് ഒരു ഏരിയ വരെ കാണാം. അപ്പുറത്ത് മാതാമലയുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടെ ഒന്ന് തരണം ചെയ്യാൻ പറ്റുമോ നോക്കാം. കണ്ട് ഇവിടെ എങ്ങനെ കയറും ഇത്? സൈഡിൽ വഴിയുണ്ട, അങ്ങോട്ട് പോകുന്നത് ഡേഞ്ചറാണ്. ഇതുവഴിയാണ് എല്ലാവരും കയറുന്നത്. പറ്റുമെന്ന് നോക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുകളയാം. ഉണ്ടോ ഇതുവഴി? ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഇതുവഴി കയറാൻ വേണ്ടിയിട്ട്. ഈ മരം കൂടെ നിൽക്കുന്നുണ്ട്, അതിൽ പിടിച്ചും കയറാൻ പറ്റും. നല്ല റിസ്ക്കാണ്,
കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം ക്യാമറ പിടിച്ചുകൊണ്ട് കയറാൻ പറ്റില്ല. അതിൽ ഞെരുങ്ങിയാണ് വന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് പറ്റുന്നവർ മാത്രമൊക്കെ ഇങ്ങോട്ട് ട്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അവിടെ കയറാൻ വേണ്ടി കുറച്ച് പാടാണ്. നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് അവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ആക്കേണ്ടി വരും. അപ്പോൾ അത് അത്യാവശ്യം ടാസ്ക്കാണ്. പിന്നെ ബാഗ് കൊണ്ടുവരാൻ പറ്റിയില്ല എനിക്ക്. അതുവഴി കയറുമ്പോഴത്തേക്ക് ബാഗ് വെച്ചിട്ട് എങ്ങനെയായിരുന്നാലും കയറാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ മുകളിൽ കയറിയിട്ടാണെങ്കിൽ ഒരു കൈ തന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഉണ്ടോ, ഇത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വൻ കൊക്കയാണ്. ഈ ഒരു സ്പേസാണ് ഉള്ളത് കണ്ടോ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കൊക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യാത്രയുടെ ആദ്യമേ പറഞ്ഞത് ഇന്നത്തേത് കുറച്ച് അഡ്വഞ്ചർ ആണ് എന്നുള്ളത്. നമ്മുടെ ചാനലിൽ തന്നെ ഏറ്റവും അഡ്വഞ്ചറായിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇത്. ഇതുപോലെ അഡ്വഞ്ചറായിട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇത് നമ്മുടെ വെള്ളറുടെ അമ്പൂരി സ്ഥലങ്ങളിലൊരു മെയിൻ സ്പോട്ട് ആയതുകൊണ്ട് ആണ് നമ്മളിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം. അല്ലെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുകയില്ല. ചാനൽ കാണിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യപ്പെടുന്ന കാര്യമല്ല. ഓക്കെ, നമ്മൾ പിന്നെ അടുത്ത് വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്പോട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. മുകളിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് വഴിയുണ്ട്. അതുവഴി വഴിയില്ല, അവിടെ നല്ലൊരു കൊക്കാണ്, ഗുണാക്കേവ് പോലെ. ഇതുവഴി പുല്ല് നിറഞ്ഞ പാതയാണ്. കമ്പെടുക്കാനും പറ്റിയില്ല കേട്ടോ, കമ്പും ഇവിടെ ആയിപ്പോയി. ഇന്നിങ്ങോട്ട് ആരും വന്നതായിട്ട് തോന്നുന്നില്ല, ഒരനക്കവും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മുകളിൽ ആരുമില്ല, ആ പുല്ല് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അയ്യോ, അതായിരുന്നാലും മതിയാക്കി പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അത്രയ്ക്ക് റിസ്ക് ആയിരുന്നു. പിന്നെ ഒറ്റയ്ക്കായപ്പോൾ അത് ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നത് സേഫ് അല്ല എന്ന് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം പറയുന്നത്. സംഭവം പാറപ്പുറത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്, ആരോഗ്യപരമായിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. എന്തായാലും ആരെങ്കിലും ഒരാൾ കൂടെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് പപ്പ അവിടെയും കയറിയിട്ട് ഇവിടെ കയറാനുള്ള ഹെൽത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് പപ്പ സൈഡായത്. അല്ലെങ്കിൽ പപ്പ വരുമായിരുന്നു, പപ്പ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ വേറൊരു ദിവസത്തേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തെല്ലാം വെറുതെയാണ്, അതുകൊണ്ടാണ് പിന്നെ വെച്ച് വിട്ടത്. കുഴപ്പമില്ല കേട്ടോ, നമ്മൾ അഗസ്ത്യാർകൂടം കണ്ട പോലത്തെയൊക്കെ ചെടികൾ മരങ്ങൾ ഒക്കെ കാണുന്നുണ്ട്. അഗസ്ത്യാർകൂടം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കും. ഫുള്ളായിട്ടുള്ള എപ്പിസോഡുണ്ട്, അതായത് തുടക്കം മുതൽ എടുക്കാൻ വരെ ടിക്കറ്റ് എങ്ങനെ എടുക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഫുള്ളായിട്ടുള്ളത്. എന്താണ് അഗസ്ത്യാർകൂടം എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റാக മനസ്സിലാവും. പിന്നെ ചിലർ പറയാറുണ്ട് ലെങ്ത് കൂടിപ്പോയി, ലെങ്ത് കുറയ്ക്കണം എന്നുള്ളത്. നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. യാത്രയിൽ കാണുന്ന നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസിൽ കുറച്ച് ലെങ്ത് പോയതായിട്ട് തോന്നുന്നത്. യാത്രയിലുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. കുടുംബകാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിടാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ മുകളിൽ കയറാനുണ്ട്. ഇതാ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. റിസർവയർ ഏരിയ കാണാം, അപ്പുറത്തൊരു കൂറ്റൻ മല കാണാം, നമ്മുടെ വെള്ളറുടെ കുരിശുമല കാണാം. നമ്മൾ വന്ന സ്പോട്ട് ഇതുവഴിയാണ്. എൻ്റെ ബാഗ് അവിടെയാണ്, ഡ്രോണൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ ഒന്നാമത് നല്ല കാറ്റാണ്. ഇപ്പോൾ ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ നല്ല വിഷ്വലായിരിക്കും, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം പോരാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് വന്നത്. തിരിച്ചു പോകുമ്പോൾ ബാഗ് കിട്ടിയാൽ കുഴപ്പമില്ല. ഇതിലുള്ള മനോഹര കാഴ്ചകൾ നമ്മൾ ഈ ക്യാമറ കൂടെ തന്നെ കാണിച്ചു തരും. ഇനി കുറച്ച് ദൂരം ഉണ്ട്, നോടി മുകളിലോട്ട് പോകട്ടോ. നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വഴിയാണ് നമ്മളിങ്ങനെ നടന്നു വന്നത്. കുരിശുമല അവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നത്. അതിന് തൊട്ടപ്പുറത്താണ് നമ്മൾ വന്നത്. അതിനുശേഷം നമ്മൾ പിന്നെയും താഴെ പോയി ഇങ്ങനെ കറങ്ങി ഈ സ്പേസിൽ വന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെയാണ് വന്നത്. അയ്യോ, എന്ത് പറയാം. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ കഴിഞ്ഞ കുരിശുമല അമ്പൂരി കുരിശുമല യാത്ര ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു
ഇവിടെ ഒരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് വന്നിരുന്നെങ്കിൽ അതുപോലെ ഉള്ള സ്പോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എവിടെയാണ്? അമ്പൂരി. അപ്പോൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് സത്യമാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ സത്യമായി കഴിഞ്ഞിരുന്നു. ഞാനറിയാൻ താമസമാണ്. ട്രക്കിംഗ് പാക്കേജുകൾ എല്ലാം ഉണ്ട്. നേച്ചറൽ പാത്ത് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അമ്പൂരിയെ സ്നേഹിക്കുന്നവരും യാത്രകളെ സ്നേഹിക്കുന്നവരും ആ ചാനൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്ളോഗിങ് ചാനലാണ്. അതിൽ കറക്റ്റ് ഡോക്യുമെൻ്ററി ആയിട്ട്, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് വേണമെങ്കിൽ പറയാം, A to Z ചരിത്രവും പേര് വരാനായിട്ടുള്ള കാരണം എല്ലാം പറഞ്ഞിട്ട് അവർ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അമ്പൂരി തന്നെയാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. വേറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർ തന്നെ ട്രക്കിങ്ങും ചെയ്യുന്നുണ്ട്, ട്രക്കിംഗ് പാക്കേജുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്പൂരിയിലെ സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടുത്തിയിട്ട് ട്രക്കിംഗ് പാക്കേജുകളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ഇവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് വരാനും സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ട്രക്കിംഗ് ആയിട്ടും അവൈലബിൾ ആണ്. എന്തായിരുന്നാലും ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങൾ അമ്പൂരിയിൽ കാണാനായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ. ഇനി അടുത്തൊരു മല, ഇത് വില്ലൂന്നി എന്നാണ് പറയുന്ന. കാര്യം ഇങ്ങനെ വില്ല് പോലെ കിടക്കുന്ന ഒരു വളഞ്ഞ് കിടക്കുന്നുണ്ട്. വില്ലൂന്നി എന്ന പേര് വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വില്ലൂന്നി എന്ന് പറയുന്ന പാമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയും വില്ലൂന്നി എന്നുള്ള പേര്, വില്ലൂന്നി മല എന്നുള്ള പേര് വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രൈബിലെ ആൾക്കാർ, ഗോത്രവർഗ്ഗക്കാർ പണ്ട് ആയുധങ്ങൾ, അതായത് അവരുടെ കുന്തവും വില്ലും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്നിരുന്ന ആൾക്കാർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വച്ചിരുന്ന ഒരു പാറയെന്നോ എന്നൊക്കെ നിലയിൽ ഇവിടെ അങ്ങനെ ആ ഒരു പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും കണ്ടല്ലോ, മനോഹരമായിട്ടുള്ള കാഴ്ച. ഇങ്ങനെ ഒന്ന് തുടങ്ങി അങ്ങനെ പോവുകയാണ്. അപ്പോൾ മലകൾ പറയുകയാണെങ്കിൽ അവിടെയാണ് കാളിമല വരുന്നത്, ക്ഷേത്രം വരുന്നത്, കുരിശുമല, വില്ലൂന്നി മല, അതിനപ്പുറത്ത് കൊണ്ടകെട്ടി മല, പിന്നെ അത് കഴിഞ്ഞിട്ട് മാതാമല. അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ സത്യം ക്ഷമിക്കുക. അവിടെ കൊണ്ടകെട്ടി മല, അതിനപ്പുറത്ത് കൂനിച്ചി മല, പിന്നെ മാതാമല എന്നും പറയും. അപ്പോൾ മാതാമല നമ്മൾ വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് മാതാമല എന്ന് പറയുന്നത്. ഇത് വില്ലൂന്നി മലയുടെ കാഴ്ചകൾ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 360 എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് മലകൾ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം അത് 3000 അടി എന്ന് പറയുന്നുണ്ട്, ഇത് 4000 അടി എന്നും പറയുന്നുണ്ട്. ഏകദേശം ഇത് തന്നെയാണ് ഏറ്റവും ഹൈ പോയിൻ്റ്. ഇവിടെ ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ മല, ഏറ്റവും പൊക്കമുള്ള മല ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും കുരിശുമല. ഇതാ 360 ആയിട്ട് നോക്കുമ്പോൾ ഈ വക കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ വളരെ വിസ്താരമായിട്ടുള്ള സ്പേസൊന്നുമില്ല. കണ്ടോ, ഈ കാണുന്ന ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. ഓടിക്കളിക്കാനോ ചാടി കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ചാടി കളിക്കുകയാണെങ്കിൽ തറയിൽ പോവും. ഇത്രയും ഒരു സ്ഥലം തന്നെയാണ് ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വന്നപ്പോൾ കണ്ടു അത്രയ്ക്കും കുത്തനെയുള്ള കൊക്കയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അത് തന്നെയാണ്. ഇനി അങ്ങോട്ട് പോകാൻ തന്നെ നമുക്ക് പേടിയാണ്. നമുക്കെന്നല്ലേ, എനിക്ക് പേടിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇല്ല എന്ന് തന്നെ പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ നമ്മൾ വില്ലൂന്നി മലയും കീഴടക്കി. വളരെ സന്തോഷം. വരാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഡൗൺ ആയതാണ്, കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ കഷ്ടപ്പാട്, എന്തിനീ കഷ്ടപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട് പലരും. വേണ്ട, എനിക്ക് ചെയ്യാതിരിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണില്ലേ ഇല്ലേ. ചിലർക്ക് പഠിച്ച് ജോലി വാങ്ങിക്കണമെന്നായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ 13 വർഷമായി നമ്മുടെ ഗ്രേസ് മീഡിയ ചാനൽ തുടങ്ങിയിട്ട്. അത് ഏകദേശം 36 സംതിങ് സബ്സ്ക്രൈബേഴ്സായി അതങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെ യാത്രകളും എല്ലാം കൂടെ മിക്സായിട്ട് ഉള്ളത് കൊണ്ടാണ് ഈ ചാനലിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇതുകൊണ്ട് പറയാമല്ലോ, ഒരു കടയിൽ ഒരു സാധനം മാത്രം, ഒരു നാരങ്ങ വെള്ളം മാത്രമാണ് വച്ചിരിക്കുന്നതെങ്കിൽ നാരങ്ങ വെള്ളം ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അവിടെ വരത്തുള്ളൂ. അല്ലാതെ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാർ വരത്തുള്ളൂ. ഇപ്പോൾ കുറേ പലഹാരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവിടെ വരും. പിന്നെ ഇനി ചായ ആഡ് ചെയ്താൽ അതിനും ആൾക്കാർ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ആൾക്കാരും വരത്തുള്ളൂ. നമ്മുടെ ചാനൽ ഒരൊറ്റ വീഡിയോ ഇട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള ഒഴിവ് കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിർബന്ധിതരാവുകയാണ്. കാരണം കൂടുതൽ എപ്പിസോഡ് ഇടുക, നമ്മളെ ചാനലൊന്ന് വളർത്തിയെടുക്കുക. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെയുള്ള കഷ്ടപ്പാടിലേക്ക് വരുന്നത്. വേണ്ടെങ്കിൽ ചെയ്യേണ്ട, പക്ഷേ ഇത് നമ്മുടെ ഒരു സന്തോഷം കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഒരു വൈഡായിട്ടുള്ള വ്യൂ കാണാം.
അടിപൊളി എന്ന് പറഞ്ഞത് റിസർവയർ ഏരിയ കണ്ടോ. ചിറ്റാർ ഡാമിൻ്റെ ആണെന്ന് തോന്നുന്നു, അത് നെയ്യാർ ഡാമിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് അഗസ്ത്യമല കാണാം എന്നാണ് പറഞ്ഞത്. ഏത് ഭാഗത്താണെന്ന് കറക്റ്റ് അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. കോട കൊണ്ട് കോടയും മേഘം കാരണം കാണാൻ പറ്റുന്നില്ല. ഇതിനപ്പുറത്തൊരു മലയുടെ ഉണ്ട്, അത് നമ്മൾ പോയിട്ടുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളിനി ഇടയ്ക്ക് പോകും, പപ്പ വന്നിട്ടില്ലായിരുന്നു, അങ്ങനെ ഇനി ഇടയ്ക്ക് ഒരിക്കൽ കൂടെ പോകണമെന്നുണ്ട്. എന്തായിരുന്നാലും വിജയിച്ചു വില്ലൂന്നി മല. ഓക്കെ, അപ്പുറത്തുനിന്ന് ആര് റിപ്ലൈ ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, രാവിലെയൊക്കെ വന്ന ഫാമിലിയൊക്കെ പോയി കാണും. ഈ കാണുന്ന ഒരു സ്ഥലത്തിനപ്പുറത്തേക്ക് ലോകം ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഇതിനകത്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അത്രേ ഉള്ളൂ. നമ്മളൊരിക്കലും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളല്ല, നമ്മൾ സമൂഹത്തിലേക്ക് അത് കൊടുക്കുന്ന ആളല്ല. പണ്ട് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു വീഡിയോ കണ്ടായിരുന്നാൽ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞനിയന്മാർക്ക് അനീതിമാർക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നു എന്ന് നമ്മൾ വിലയിരുത്തും. പലപ്പോഴും ഞാനും അങ്ങനെയാണ്, പല വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചിന്തിക്കാറ്, ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന്. പക്ഷേ ഇത് നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് അല്ലെങ്കിൽ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ ആരും വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയത്തില്ല കേട്ടോ. ആരും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉത്സാഹിക്കത്തില്ല. ഇത് ഞാൻ കാണിച്ചു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വരികയാണെങ്കിൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉള്ള പരിചയക്കാരുമായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് മടങ്ങി പോകാൻ പറ്റും. വെള്ളം വേണം, വെള്ളം കൊണ്ടുവരിക. കാലിൽ ചെരുപ്പ്, ഷൂസ് ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതുവഴി വരുന്ന വഴി ഉണ്ടെങ്കിൽ കുരിശുമലയിൽ നിങ്ങൾക്ക് വരാം. ഇല്ലെങ്കിൽ എന്തായിരുന്നാലും ഈ ആറുകാണി ഇതുവഴി ഈ സൈഡ് വഴി ഇങ്ങനെ കയറി വരുന്നതായിരിക്കും ഉചിതം. എന്തായാലും പിന്നെയും പറയുന്നു, പരിചയക്കാരില്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അത് അപകടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കണ്ടല്ലോ വഴികൾ വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. കൊക്കയാണ്, ഇപ്പുറത്തും കൊക്കയാണ്. നമ്മുടെ എപ്പിസോഡുകളിൽ ഏറ്റവും കടുപ്പം പിടിച്ച എപ്പിസോഡാണെന്ന് പറയാം കേട്ടോ. നമ്മൾ ഓൾ കേരള പോയി, അഗസ്ത്യാർകൂടം പോയി, പിന്നെ ഒരുപാട് മലകൾ കാട്ടിലും മേട്ടിലും ഒക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ ഇന്നത്തേത് കടുത്തുപോയി, നന്നായിട്ട് ടയേർഡായി, ക്ഷീണിച്ചു, പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നു. ആ ഒരു സ്പോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷെ നല്ല കടുപ്പമാണ്. ഒറ്റയ്ക്ക് വരുമ്പോൾ നല്ല പാടാണ്. നമ്മുടെ യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് കേട്ടോ ഈ നമ്മുടെ എപ്പിസോഡിൽ മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ അല്പം ലെങ്ത് കൂടിപ്പോയാലും ഉറപ്പായിട്ടും ഫുള്ളും കാണണം കേട്ടോ. കണ്ടിട്ട് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്നുവെച്ചാൽ നമ്മൾ ഇത്രത്തോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റും കൂടെ ചെയ്യുക. വാട്സാപ്പിലൊക്കെ നമ്മൾ അയക്കുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല കമൻറ്റ് പറയും. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രമേ നമുക്കത് പ്രയോജനം വരത്തുള്ളൂ. ഒന്നെന്നുള്ളത് ഒന്നും കൂടെ ഒരാളൂടെ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരിലേക്കും അത് പ്രൊമോട്ടായി പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കണ്ട ഉടനെ തന്നെ സ്കിപ്പായി പോകരുത്. ഫുള്ള് കാണുക, സമയം കിട്ടുമ്പോൾ ഫുള്ളും കാണുക കേട്ടോ. ഇവിടെയാണ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം. അതുകൊണ്ട് ഈ ഒരു മരം നിൽക്കുന്നത് ആണ് ഹെൽപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ട്രക്കിംഗ് പാക്കേജെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇവിടെ ഒരു നല്ലൊരു കയറ് ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച് കയറാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കൈവരി വയ്ക്കുക. പിന്നെ ട്രക്കിംഗ് പാക്കേജ് നടത്തുന്ന സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും കൈവരികൾ വയ്ക്കുക. ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തായിരുന്നാലും വീഡിയോകൾ കണ്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്, കണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അധികൃതർ അല്ലെങ്കിൽ ഇതൊക്കെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു
പ്രശ്നമില്ലാതെ ആൾക്കാർ കയറി വരുന്നതുകൊണ്ടാണ് നമ്മളും കയറി വരുന്നത്. അപ്പോൾ അറിവില്ലാത്ത ആൾക്കാരും അതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വിനോദവും എല്ലാം ആവശ്യമാണ്, എന്നാലും അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൂടെ അധികാരികൾ ചെയ്തു കൊടുക്കണം. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നല്ല ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കേട്ടത്. ഇവിടെ വേറെ പിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കൈവച്ച് കാല് വെച്ച് നെഞ്ച് വെച്ചൊക്കെ ഉരഞ്ഞ് കയറി വരേണ്ട സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വടി ഇവിടെ ഇരിപ്പുണ്ട്. വരുന്നവർ ഉറപ്പായിട്ടും ഷൂ, അയ്യോ ഞാൻ താഴെ പോയില്ല, ഷൂ ഇട്ടുകൊണ്ട് വരിക. ഇത്രയും കഷ്ടപ്പാടാണ് ഇവിടെ വരണം തന്നെ കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗം തീരെ ചെറിയ കഷ്ടപ്പാടല്ല. വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് കണ്ടോ ഇവിടെ ഇത്ര. ഞാനും വീഡിയോകൾ കണ്ടിട്ടാണ് വന്നത്. എനിക്കും കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടാസ്ക്കാണ്. നമ്മൾ ബാഗ് എടുക്കട്ടെ, അതെടുത്തോണ്ട് പോകല്ലേ. ബാഗുണ്ട് എൻ്റെ കൂടപ്പുറപ്പാണ്. ഓക്കെ, ബാഗ് കിട്ടിയിന് താഴെ പോയിട്ട് കേട്ടോ. ഇനി പോട്ടെ, ഒരുപാട് ലെങ്ത് ആയിക്കാണ് വീഡിയോ. താഴെ പോട്ടെ. പപ്പ അവിടെ ഉണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. താഴെ എത്തി കേട്ടോ. താഴെ എന്ന് വെച്ചാൽ പകുതി പോവാ. ഓ കൊള്ളാം. അപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ടു. 11 മണി 6 മണി ഇറങ്ങിയതാണ്. ഒരു വഴിയുടെ തെറ്റുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേനെ. എന്തായിരുന്നാലും മുകളിൽ കയറി തിരിച്ചിറങ്ങി. ഇനി അങ്ങോട്ട് പോകുന്ന വഴികളേ ഉള്ളൂ, ഇനി കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. പപ്പയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പപ്പയ്ക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല. എന്നാലും വിഷമമില്ല, അങ്ങോട്ട് വരുമ്പോൾ നല്ല റിസ്ക്കാണ്, കുഴപ്പമില്ല. അപ്പോൾ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വിശേഷങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.